രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തെ ഭയപ്പെടുക. റിവോർ ഹിം, അതായത് ദൈവത്തെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവർക്കാണ് ദൈവം തന്റെ സൗഹൃദം നൽകുന്നത്. സങ്കീർത്തനങ്ങൾ എഴുതി വയ്ക്കാം. സങ്കീർത്തനങ്ങൾ 25:14. സങ്കീർത്തനങ്ങൾ 25:14 വായിക്കാം. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. ഈ വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവഭയം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടത്. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കർത്താവിന്റെ അടുത്ത് പോകാൻ സമയം കിട്ടാത്തത്. കാലത്ത് തന്നെ 6:30 കുർബാന. 6:30 കുർബാനയ്ക്ക് പോകണമെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. 9 മണിക്കാണ് എഴുന്നേറ്റ് വരുന്നത്. അത് ദൈവഭയമില്ലാത്തതിന്റെ ഒരു അടയാളം കൂടെയാണ്. അപ്പോൾ അച്ഛന് പ്രിയപ്പെട്ട 2 സ്ത്രീകളുണ്ട്. അതായത് അവരെ കുറിച്ച് വിജാതീയരായിട്ടുള്ള സ്ത്രീകളാണ്. അവരെ കുറിച്ച് വചനം പറയുകയാണ്, അവര് ദൈവഭയമുള്ളവരായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കുകയാണ്. 15 മുതൽ ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്നു പേരായ 2 അവര് വിജാതീയരല്ല, ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. രാജാവിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ആര്? ഈ പാവപ്പെട്ട ചേച്ചിമാര്. രാജാവല്ല, വേറെ രാജാവിന്റെ അപ്പുറത്താള്, രാജാവിന്റെ അപ്പൂപ്പൻ പറഞ്ഞാലും അല്ലെ, രാജാവിന്റെ അപ്പന്റെ അപ്പം പറഞ്ഞാലും ഞങ്ങൾ കർത്താവിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് പറയാൻ ഈ പാവപ്പെട്ട ചേച്ചിമാർക്ക്. അങ്ങനെ പ്രസവം എടുക്കാൻ പോകുന്ന ചേച്ചിമാരെ വിളിക്കുന്ന പേരെന്താണ്? അപ്പോ ആ ചേച്ചിമാർക്ക് എന്തുണ്ടായിരുന്നു? നട്ടെല്ലുണ്ടായിരുന്നു.